ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഈ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന അല്ല അങ്ങനെ പറയപ്പെടുന്ന കേന്ദ്രമന്ത്രിമാർ കേരള വിരുദ്ധ പരാമർശങ്ങളിൽ വളരെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും അവരൊരു കേരള വിരുദ്ധത എന്ന് പറയുന്നത് അവർക്കൊരു ഫോബിയായി മാറിയിരിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് അവരുടെ എല്ലാ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെയുള്ള ഒരു വ്യക്തിപരമായ വിമർശനമായിട്ടല്ല ഞാനിത് പറയുന്നത്, രാഷ്ട്രീയമായ ഒരു വിമർശനമായിട്ടാണ്. കേരളത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ല കേരളത്തിലൊരു ആവശ്യം നിറവേറ്റപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധയപ്പെടുത്തി കഴിഞ്ഞാൽ അത് അവർക്ക് ഏതാണ്ട് വലിയൊരു സന്തോഷം പകരുന്ന ഒരു ഊർജ്ജം പകരുന്ന കാര്യമായിട്ടാണ് ഇവിടെ ഒന്നും നടക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കേരള വിരുദ്ധത ഒരു ഫോബിയായി ഒരു കേരള വിരുദ്ധത ഒരു സ്റ്റിറോയിഡ് കണക്കെ ഇവരുടെ ഉള്ളിൽ കുത്തിവെച്ചതുപോലെയാണ് ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഈ കേന്ദ്രമന്ത്രിമാര് ഈ സഭയിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ആ മറുപടി പിന്നെ കൗണ്ടർ ചെയ്യാൻ മാർഗമില്ല സഭക്കകത്ത്. അത് പാർലമെന്ററി മറുപടി ക്രമങ്ങളുടെ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ പാർട്ടികളുടെ ഇതും കൂടെ വെക്കുമ്പോൾ നേരത്തെ അധികം സമയം കിട്ടില്ല. അപ്പോൾ പലപ്പോഴും ഈ മന്ത്രിമാര് അവസാനമായിട്ട് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നതാണ് ഇന്നലെ എല്ലാ കാലത്തും ഈ ഒരു അവസാന വാക്കായിട്ട് മാധ്യമങ്ങൾ എടുത്തു കൊടുക്കുക. അപ്പൊ അങ്ങനെ ഈ കേന്ദ്ര ധനകാര്യമന്ത്രി 27-ാം തീയതി നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ട് ബഹുമാനനായ ശ്രീ ജോർജ് കുര്യൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പൊ അത് വലിയൊരു ആഹ്ലാദത്തിന്റെ പോസ്റ്റാണ്. അപ്പൊ അതിനകത്തുള്ള വസ്തുതാവിരുദ്ധങ്ങളായ കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നലെയൊക്കെ പിന്നെ പാർലമെന്റ് മറുപടി ക്രമങ്ങളുടെ തിരക്കായതുകൊണ്ട് ഇന്നലെ കാണാൻ പറ്റിയില്ല. യഥാർത്ഥത്തില് ഈ 27-ാം തീയതിയും, അതായത് ഈ മാർച്ച് 27-നും അതുപോലെ ഫെബ്രുവരി മാസം ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടും രണ്ടിലും ശ്രീമതി നിർമ്മലാ സീതാരാമനാണ് മറുപടി പറയാൻ കഴിഞ്ഞത്. അപ്രോപ്രിയേഷൻ ചർച്ചയായിരുന്നു. 10-ാം തീയതി ബജറ്റിന്റെ പൊതുബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഈ രണ്ട് ചർച്ചകളിലും ഒരേപോലത്തെ ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടായി അവര്. എന്ന് പറഞ്ഞാൽ ഒരു ധനകാര്യ മന്ത്രാലയം തയ്യാറായി കൊടുക്കുന്ന നോട്ടാണ്. ആ നോട്ട് അവർ കൃത്യമായി വള്ളി പുള്ളി വിടാതെ അവർ അവതരിപ്പിച്ചു. അപ്പൊ നമ്മളെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങള് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും ഇല്ലെങ്കിലും ഈ കേരളത്തെ ഒന്ന് അറ്റാക്ക് ചെയ്യുക, കേരളത്തിന്റെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്ന് പറയുന്നത് ഒരു അജണ്ടയാണെന്ന് പിന്നെ നമ്മള് മനസ്സിലാക്കേണ്ടി വരും. അത് മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നില്ല, ഇവരുടെ രണ്ട് മറുപടി കൂടെ എടുത്തു നോക്കിയാൽ മതി. ഇപ്പൊ ഫെബ്രുവരി 27-ാം തീയതി അവർ കൊടുത്ത മറുപടിയും മാർച്ച് 27-ന് കൊടുത്ത മറുപടിയും ഫെബ്രുവരി മാസം ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് കേരളത്തിൽ നിന്നുള്ള എംപിമാര് ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും ഇല്ലെങ്കിലും ആ മറുപടി അവർ പറയുന്നുള്ളതാണ്. ഇപ്പൊ 27-ാം തീയതി അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആരും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചതേയല്ല അപ്രോപ്രിയേഷൻ ബില്ലിനകത്ത്. പക്ഷെ അവര് ഒരു റെഡിമെയ്ഡായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനം വന്നിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പൊ എന്തായിരുന്നാലും ധനകാര്യമന്ത്രി രാജ്യസഭയിലോ ലോക്സഭയിലോ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ചെറിയ ഭാഗം കേരള വിരുദ്ധതയ്ക്ക് വേണ്ടി നീക്കി വെക്കണം എന്നത് ഒരു സ്പോൺസേർഡ് പരിപാടി പോലെ ആയിട്ട് മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ സഭയിൽ അപ്രോപ്രിയേഷൻ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഓരോന്നിനും ഓരോ രീതിയുണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടാകും അപ്രോപ്രിയേഷൻ ചർച്ചയ്ക്ക്. ആ ചർച്ചക്കകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർ ബജറ്റ് ചർച്ചയുടെ മറുപടിക്കും പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ്. അപ്പോ പക്ഷെ കാതലായ ഞങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഞങ്ങൾ പതിവ് പോലെ നിരന്തരമായി ഈ വിഷയങ്ങളൊന്നും ഉന്നയിച്ചില്ല. ഒന്ന് സമയപരിമിതിയുണ്ട്, രണ്ട് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു, നിവേദനങ്ങൾ കൊടുത്തു കഴിഞ്ഞു, കേരളത്തിന്റെ മന്ത്രിമാര് നിവേദനം കൊടുത്തു കഴിഞ്ഞു, ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചിട്ട് നിവേദനങ്ങൾ പോയി, ഞങ്ങൾ തന്നെ കൊടുത്തു. പിന്നെ ഓരോ തവണയും ഇത് സഭയിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പൊതുവിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിന്റെ ബജറ്റ് വിഹിതത്തിനകത്ത് വരുന്ന ചില കുറവുകൾ അങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അവർ ഡീറ്റെയിൽഡ് ആയ ചില മറുപടികൾ പറയുകയുണ്ടായി. അപ്പൊ ആ മറുപടി എടുത്തിട്ട് കേന്ദ്രമന്ത്രി ആഘോഷിക്കുകയും ചെയ്തു. പക്ഷെ അതിനകത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് വാസ്തവ വിരുദ്ധങ്ങളായ ധാരാളം കാര്യങ്ങളാണ് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞതെന്നുള്ളതാണ് ഒരു കാര്യം. ഇനിയിപ്പോ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർ പറഞ്ഞൊരു കാര്യം മറുപടി നോക്കിയാൽ മനസ്സിലാവും. കണ്ണൂർ വിമാനത്താവളത്തിൽ ഉഡാൻ സർവീസ് ആരംഭിച്ചു എന്നതാണ് ആധികാരികമായിട്ട് പറയുന്നതാണ്. പാർലമെന്റ് പോലെ ഇത്ര പ്രധാനപ്പെട്ട സ്ഥലത്ത് മാധ്യമ സുഹൃത്തുക്കൾ ആരെങ്കിലും അന്വേഷിച്ചിട്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഉഡാൻ പറക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ തന്നെ ഈ ഉഡാൻ പ്രഖ്യാപനം ഈ പറന്നു എന്ന് പറയുന്നതിന് ഒരു ഉഡായിപ്പാണ് നമ്മളെ ഒരു മലയാളി ഭാഷയെ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇവരുടെ കുറെ കാര്യങ്ങളാണ് എനിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയോട് അവരുടെ നല്ല വിദ്യാസമ്പന്നയായിരിക്കുന്ന ഭംഗിയായി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന
ഒരു ആളാണ്. അത്തരം കാര്യങ്ങളോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല, വ്യക്തിപരമായ തർക്കങ്ങളുമല്ല. പക്ഷെ BJPയുടെ പ്രചാരവേലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവർ ഈ വളരെ തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇപ്പോൾ ഉടാൻ പറക്കുന്നേ ഇല്ല. പിന്നെ പറഞ്ഞു കൊല്ലത്ത് ഏതാണ്ട് ഹൈവേയുടെ ഒരു സ്ഥലം ബ്ലോക്കായപ്പോ 14 കൊല്ലക്കാലം ബ്ലോക്കായി കിടന്നു, ഞങ്ങളാണ് കൊണ്ട് ജീവിപ്പിച്ചെന്നാണ്. കേരളം അതിന് വലിയ സഹായം കൊടുത്തു, മുൻകൈ എടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നപ്പോഴാണ് ഈ പദ്ധതികൾക്ക് ജീവൻ വെച്ചത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. UDFന്റെ കാലത്ത് ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ മെട്രോയുടെ ഉദ്ഘാടനത്തിന്റെ കാര്യം പറഞ്ഞു പ്രധാനമന്ത്രി വന്നിട്ട്. ഇത്തവണ ഇത് 2 പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറ്റുന്നത് നിങ്ങളെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട്. ഈ 27-ം തീയതിയും പറഞ്ഞു, ഫെബ്രുവരി മാസം ഇതേ കാര്യം തന്നെ പറഞ്ഞു. അപ്പോ 2017 പ്രധാനമന്ത്രി വന്നിട്ട് മെട്രോയുടെ ഉദ്ഘാടനം നടത്തി എന്ന് പറഞ്ഞാൽ 2017 പരിപാടി തുടങ്ങിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? നേരത്തെ ആരംഭിച്ച ഒരു കാര്യമാണത്, കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. അത് വന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അവർ ഈ കണക്ക്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ കേരളത്തിൽ ഇത്ര അക്കൗണ്ട് തുടങ്ങി, കേരളത്തിൽ ഇത്ര വായ്പ കൊടുത്തു. അതൊക്കെ ഒരു കേന്ദ്ര ധനകാര്യമന്ത്രി വലിയൊരു ഔദാര്യം പോലെ ഞങ്ങൾ നിങ്ങളെ ഈ വർത്തമാനത്തിനകത്തൊക്കെ ഉള്ളൊരു രീതി എന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രധാനമന്ത്രി അവിടെ വന്നില്ലേ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വിദേശ രാജ്യം സന്ദർശിച്ചല്ലോ എന്നുള്ള മട്ടിലാണ് ചോദിക്കുന്നത്. പ്രധാനമന്ത്രി വന്നതിന് ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് തോന്നുന്ന ആർക്കും അങ്ങനെ ഇത് വലിയ അവകാശവാദം പോലെ പറയാൻ പറ്റില്ല. ഒരു ജനറോസിറ്റി കണക്കാണ് അവരിത് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതിൽ വലിയ കടമ്പില്ലെന്ന് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറയുന്നത് ശ്രീ ജോർജ് കുര്യൻ ഇതൊരു പോസ്റ്റ് ഇട്ട് ഇത് വലിയ കേരളത്തെ ഞങ്ങൾ അങ്ങനെ കണക്കറ്റ് സഹായിച്ചു എന്നിങ്ങനെ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പറയാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്. വേറെ പറഞ്ഞാല് ഈ കേന്ദ്രത്തിന്റെ നികുതി വിഹിതം കേരളത്തിന് കിട്ടുന്നത് കുറഞ്ഞു എന്നൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ പറഞ്ഞാൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ധാരാളം കൊടുക്കുന്നുണ്ട് നമ്മളാണ്. അപ്പൊ ആ കൊടുക്കുന്ന എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കും ഭയങ്കര ചരടുകളുമാണ്. എല്ലാ പരിപാടിക്കും ഇപ്പൊ എത്ര കോടിയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നവർ സമ്മതിക്കുന്നുണ്ട്. നമ്മളെ സിവിൽ സപ്ലൈസ് വകുപ്പിന് പൈസ കിട്ടാനുണ്ട്, കൃഷി വകുപ്പിന് കിട്ടാനുണ്ട്, ആരോഗ്യ വകുപ്പിന് ഒരുപാട് കിട്ടാനുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടാനുണ്ട്. അങ്ങനെ ഏത് വകുപ്പിനാണ് ഇല്ലാത്തത്? എല്ലാ വകുപ്പിനും പണം കിട്ടാനുണ്ട്. അപ്പൊ കേന്ദ്രാവിഷ്കരണ പദ്ധതി കൊണ്ടാണ് ഞങ്ങൾ ഈ നികുതി വരുമാനത്തിനകത്തുള്ള കുറവ് നികത്തുന്നത് എന്ന വാദം പറയുമ്പോൾ ഈ കേന്ദ്രാവിഷ്കരണ പദ്ധതിക്ക് പിന്നെ ചരലുണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ആകെ മൊത്തം പറഞ്ഞാൽ കേരളത്തെ ആകെ ഞെക്കിക്കൊല്ലുന്ന സമീപനമാണ്. ഒരു പ്രശ്നം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വയനാട് ചൂരൽമലയിലുണ്ടായ നമ്മൾ ചൂരൽമല ദുരന്തം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സംഭവത്തിന് ശേഷം കേന്ദ്രത്തിന്റെ പ്രതികരണം വളരെ മോശമായിരുന്നിട്ടും കേരളം വളരെ അഭിമാനകരമായ രീതിയിൽ ഒരു ടൌൺഷിപ്പിന്റെ തുടക്കം കുറിച്ചു, അതിന്റെ തറക്കല്ലിട്ടു. ആ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ UDF എംപിമാരുടെ കാര്യമായ സഹായമൊന്നും ഉണ്ടായില്ല എന്നൊരു വിമർശനം അടക്ക് ഉയർന്നു വന്നു. എന്തായിരുന്നാലും ഗംഭീരമായിട്ട് തന്നെ ആ പദ്ധതിയായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് പുറമേയുള്ള സഹായങ്ങൾ പല സംസ്ഥാനങ്ങൾക്കും അവധി ഘട്ടങ്ങൾ അനുവദിച്ചിരുന്നു. കേരളത്തിന് മാത്രം ഒന്നും കൊടുത്തില്ല. ഒരു 500 ചില്ലാനം കോടി എന്തോ നമ്മൾ ഒരു സഹായമായിട്ട് എന്നതിന് പകരം ഒരു ലോണായിട്ട് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഞാൻ ആകെ മൊത്തം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്നു പറയുന്ന കേന്ദ്രമന്ത്രിമാര് കാര്യങ്ങൾ അധികം മനസ്സിലാക്കാതെ അവര് വളരെ ഒരു കേരള വിരുദ്ധ എന്ന് പറയുന്ന ഒരു സ്റ്റിറോയിഡ് കുത്തിവെച്ച് ഇങ്ങനെ 24 മണിക്കൂർ ഈ ഡൽഹി കേന്ദ്രീകരിച്ച് കേരള താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്നത് സംസ്ഥാനത്തിനൊട്ടും ഗുണകരമല്ല എന്ന് പറയാനാണ്. അവർ ജനങ്ങള് കൃത്യമായിട്ട് തിരിച്ചറിയണം. ധനകാര്യമന്ത്രി പോലെ ആളുകളൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗത്തെ പിന്നെ പാർലമെന്റിൽ കൗണ്ടർ ചെയ്യാൻ നമുക്ക് മാർഗമില്ല. ജനങ്ങളുടെ മുമ്പിൽ സത്യം അവതരിപ്പിക്കാൻ പിന്നെ ഇത്തരം മാധ്യമങ്ങൾ മാത്രമാണ് മാർഗം. ഒറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ കാര്യം അവര് 26-ാം തീയതി ഇവരെ ഒരു വൈരുദ്ധ്യം മനസ്സിലാണ്. 26-ാം തീയതി രാജ്യസഭയിൽ അവര് പറഞ്ഞു, വി ശിവദാസൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു ചർച്ചയെ തുടർന്നാണ് അവരത് പറഞ്ഞത്. അവര് പറഞ്ഞു 3,94,000 പോസ്റ്റുകൾ ഞങ്ങൾ പൊതുമേഖലാ ബാങ്കുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആ മറുപടി ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങളെ അങ്ങനെ പറഞ്ഞില്ല, ഓരോ ബാങ്കിന്റെ പേരും അവരെടുത്ത് പറഞ്ഞു. 10 കൊല്ലത്തിനുള്ളിൽ 3,94,000 പോസ്റ്റുകൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു GM ഉൾപ്പെടെയുള്ള ഹയർ ലെവൽ പോസ്റ്റുകൾ മാത്രമല്ല ചെറിയ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ, സബ് ഒക്കെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഞങ്ങളാ കണക്ക് ഞങ്ങളെ ബാങ്ക് യൂണിയനുകളുടെ സഹായത്തോടു കൂടി തലനാരിഴ കയറി പരിശോധിക്കുകയുണ്ടായി. ഈ കണക്കെന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഫ്ലോപ്പ് ആയിരിക്കുന്ന ഒരു കണക്കാണ്. 394 പോസ്റ്റുകൾ, 3,94,000 പോസ്റ്റുകൾ 10 കൊല്ലത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. കൂടിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളിൽ നിങ്ങൾക്കറിയാം, ബാങ്ക് സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുതരം ഒരു പലതരത്തിലുള്ള വ്യാപാരങ്ങളാണ് ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ ബാങ്കിന്റെ എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബാങ്കിന്റെ നമ്മളെ ബോണ്ടുകളിൽ ചേർക്കാൻ വേണ്ടി, അതിന്റെ ഷെയർ മാർക്കറ്റിൽ ചേർക്കാൻ വേണ്ടി, അതിന്റെ പല പല സ്കീമുകളുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളുണ്ട്. അതിനൊക്കെ വേണ്ടി നിങ്ങളെ സമീപിക്കുന്ന ഏജന്റുമാരുണ്ട്. ഞാൻ ഒരു ജോലിയുടെ മഹത്വം കുറച്ച് കാണിക്കുന്നില്ല. അങ്ങനെ താൽക്കാലികമായി ഈ ബാങ്കിന് വേണ്ടി സഹായിക്കുന്ന ഈ താൽക്കാലിക ജീവനക്കാരെ കോൺട്രാക്ട് ലേബേഴ്സിനെ കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ സംഖ്യയിൽ എത്തുകയുള്ളൂ. അപ്പൊ അതാണ് കേന്ദ്രത്തിന്റെ സമീപനം. ഞാനിത് 26-ാം തീയതി ശിവദാസന്റെ ഒക്കെ പങ്കെടുത്ത ചർച്ചക്കകത്ത് ഈ പ്രശ്നം ഉയർന്നു വന്നു. അവര് മറുപടി പറഞ്ഞു, ഞങ്ങൾ 394 ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ 27-ാം തീയതി ചർച്ചക്കകത്ത് ചോദിച്ചു. ഞാൻ ചോദിച്ചുകൊണ്ടല്ല, അവര് പറഞ്ഞു, അവരതിന് ഉത്തരം പറഞ്ഞില്ല. ആ കാര്യത്തിൽ ഒരു ഉത്തരം പറഞ്ഞതുമില്ല. അപ്പൊ ഇതാണ് കേന്ദ്രത്തിന്റെ പൊതു സമീപനം എന്ന് പറയുന്നത്. ഞാനപ്പോ ഈ കേന്ദ്ര മന്ത്രിമാർ ഈ കേരളത്തിനെതിരായി ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ പരിപാടികൾ അവസാനിപ്പിക്കണം എന്ന് പറയാനാണ് ഞാനിപ്പോ ചുരുക്കത്തിൽ ഇത് പറയാൻ വേറെ മാർഗമില്ല. പാർലമെന്റ് പറയാൻ പറ്റില്ല. മന്ത്രിമാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് നേരിട്ട്. പക്ഷെ അങ്ങനെ അതായത് ഇതിനകത്തൊരു പ്രശ്നം പറഞ്ഞാൽ ഈ നേരിട്ടുള്ള സംസാരങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഒരു കാര്യത്തെ രാഷ്ട്രീയമായിട്ട് പറയാനുള്ളത് രാഷ്ട്രീയമായിട്ടാണ് ചിലത് പറയുന്നത്. കാരണം അവര് ഈ പറയാവുന്നതൊക്കെ ഇപ്പൊ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഉടാൻ പറക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ഇവിടെ നിന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അത് ഏതായാലും കേരളത്തിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ അങ്ങനെ ഉടാനില്ല. ഇനി വേറെ എവിടെയെങ്കിലും കണ്ണൂർ വിമാനത്താവളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സംസ്ഥാനത്തുള്ള കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി ഈക്വലം 2 തവണ പറഞ്ഞു ആധികാരികമായിട്ട് ആ ഒരു ഉടാൻ പറക്കുന്നേ ഇല്ല. ആ ഒരു ഉടാൻ ഇനി മറ്റേ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ മറ്റോ കണ്ണൂർ ഉണ്ടെങ്കിൽ ഒരുപാട് മുതിർന്നിട്ടില്ല. എന്നാലും കേരളത്തിലെ മുഖ്യമന്ത്രിയും നിർമ്മലാസിനെയും അനൗപചാരിക ചർച്ച ഔദ്യോഗികമായി പത്രക്കുറിപ്പെടുത്തി ജനങ്ങൾ അറിയിക്കേണ്ട അവസ്ഥയാണ്. ഈ തരത്തിലുള്ള നല്ലൊരു മാർഗം കേരള ടീമിലെടുത്തു ആരെ ഗവർണർ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ താങ്കൾ CPM എന്തുകൊണ്ട് കുത്തിരിപ്പുണ്ടായിട്ടുണ്ട് ധനമന്ത്രിക്ക്? ധനകാര്യമന്ത്രിക്കെതിരെയുള്ള യാതൊരു കുത്തിരിപ്പില്ല. നമ്മള് ആ ചോദ്യത്തിനകത്ത് മാത്രമേ കുത്തിരിപ്പുള്ളൂ. ഞാൻ പറയുന്നത് ധനകാര്യമന്ത്രിക്കെതിരെ എന്ന് യാതൊരു കുത്തിരിപ്പില്ല. നമ്മളൊരു കാര്യം പറഞ്ഞാല് ഇതൊക്കെ ഒരു ഓപ്പൺ ആണ്, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സംഭവം മനസ്സിലായോ? പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. ആ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വസ്തു പറഞ്ഞുതരാം. ഇതിപ്പോ ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും TV കാണുന്ന അല്ലെങ്കിൽ ചാനല് മറ്റേ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത ഒരു മലയാളിക്ക് താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. അവര് നോക്കുകൂലിയെ പറ്റി ഒരു പരാമർശം നടത്തി. മലയാളികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവര് പറഞ്ഞതേ അല്ല നോക്കൂലി എന്ന് പറയുന്നത്. ഇതാ നിങ്ങൾ ആധികാരികമായിട്ട് ഇന്ത്യയുടെ രാജ്യസഭയിൽ ഒരാൾ പ്രസംഗിക്കുകയാണ്. അത് കേന്ദ്രമന്ത്രിയെ ധനകാര്യമന്ത്രിയുടെ സ്റ്റാച്യൂർ ഒരാൾ പ്രസംഗിക്കുമ്പോൾ അത് കേരളത്തിന് അത്രമാത്രം ഇൻസൾട്ടിംഗ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു നോക്കൂലി നമ്മളെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താ നോക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായോ? ബസ്സിനകത്തുള്ള കാര്യം പോട്ടെ, അത് ബസ്സോ ട്രെയിനോ എന്നൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തൊഴിലാളി ഇറക്കുന്ന സാധനം നോക്കി നിൽക്കുന്ന നേതാവിനും CPM ആയതുകൊണ്ട് കാശ് കിട്ടുന്നതാണ്. ഞാൻ പറയുന്നത് ഒരിക്കലുമല്ല. ഒരു ഉദാഹരണമില്ല. നോക്കുകൂലി എന്ന് പറയുമ്പോൾ തന്നെ നോ ഞാൻ പറഞ്ഞേക്കൂ. നോക്കുകൂലി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ധാരണ തന്നെ തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കേരളത്തിലെ തൊഴിലാളികളില് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് തൊഴിലാളികളിൽ വളരെ ചെറിയ ശതമാനം മാത്രമാണ് ലോഡിംഗ് അൺലോഡിംഗ് തൊഴിലാളികൾ. ശരി, മൊത്തം വർക്ക് ഫോഴ്സിന്റെ ആ വർക്ക് ഫോഴ്സിനകത്ത് ഈ ലോഡിംഗ് അൺലോഡിംഗ് മേഖലയിൽപ്പെട്ട അതിൽ തന്നെ ഒരു സെക്ഷൻ അടയിൽ നിന്നിരുന്ന ഒരു പ്രശ്നമാണ് നോക്കൂലി എന്ന് പറയുന്നത്. അതിന് CITU CPM എന്ന് മാത്രം പറയാൻ പറ്റുമോ? ഞാൻ CPI ജില്ലാ സെക്രട്ടറി. എന്റെ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണത്തിന് വേണ്ടി സാധനം ഇറക്കുമ്പോൾ ആദ്യം വന്നിട്ട് തടഞ്ഞത് STU പെട്ട തൊഴിലാളികളായിരുന്നു അന്നേരം. അപ്പൊ അത് CPMന്റെ കാർഡ് ഹോൾഡർ ആയതുകൊണ്ടാണ് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയാണോ നോക്കൂലി എന്ന് പറയുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ സാധനം ഇറക്കിയാലും എന്റെ തൊഴിൽ നഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് ശമ്പളം തരണം, എന്റെ കൂലി എന്നല്ല പറഞ്ഞതിനർത്ഥം. അവര് പറഞ്ഞ വിശദീകരിച്ച് എങ്ങനെയാ നിങ്ങൾ കേട്ടില്ലോ? അവര് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല് എന്ന് പറയുന്ന ഒരാള് സാധനം എടുക്കാൻ കൊണ്ടുവരുന്നു, ഇറക്കാൻ വേണ്ടി ഒരു തൊഴിലാളി വരുന്നു. ആ തൊഴിലാളിക്കുള്ള കൂലി കൊടുക്കുന്നു, നോക്കി നിൽക്കുന്ന നേതാവിനും കൊടുക്കുന്നു എന്നാണ്. അത് ഞാൻ പറയുന്നത് ഇത് ഓപ്പൺ ടു ഓളാണ്. നിങ്ങൾ പ്രസംഗം കേട്ടാ മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള കേരള വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ആളുകളെ നമ്മൾ തുറന്നു കാണിക്കണ്ടേ? അതാണ് ഇത്. കേരളത്തിനെതിരെയുള്ള കുത്തിത്തിരിപ്പിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ആ രീതിയിലല്ല കാണുന്നത്. അതുകൊണ്ട് ചോദിച്ചാണ്. മുഖ്യമന്ത്രി കാണുന്നത് കേരളവുമായിട്ട് ധനമന്ത്രിയായിട്ട് ചർച്ച നടത്തിയും അതനുസരിച്ച് മുഖ്യമന്ത്രി ധനമന്ത്രിയുമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുകയും ചെയ്തു. അല്ല, അങ്ങനെ മുഖ്യമന്ത്രി ഓഫീസ് പറഞ്ഞിട്ടുണ്ടോ?
ഞാൻ അനൗപചാരികതക്ക് മുന്നോട്ട് വരുന്ന ആളല്ലല്ലോ. ഇതിനകത്തല്ല, അത് ആലോചിച്ചില്ല. ഒരു പ്രശ്നം അവകാശ ലംഘന നോട്ടീസ് ഇപ്പൊ കെട്ടിക്കിടക്കുകയാണ് അവിടെ. സീരിയസ് ആയിട്ട് അവകാശ ലംഘനം കെട്ടിക്കിടക്കുന്നതാണെങ്കിൽ പറയാം. ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമിത്ഷാക്കെതിരെ ഞങ്ങൾ എല്ലാവരും കൂടെ അവകാശ ലംഘനം കൊടുത്തു. അതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു, റെയിൽവേ മന്ത്രിക്ക് ഒരെണ്ണം കൊടുത്തു, ഇത് കൊടുത്തു. ഇവരിപ്പോ അവകാശ ലംഘന നോട്ടീസുകളെ കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി എത്തിക്സ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതിൽ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ മറ്റ് ഇതിലേക്ക് പോകാനില്ല. ഇതാണ് ഇങ്ങനെ ഒരു രാജ്യസഭയിലോ അല്ലെ ലോക്സഭയിലോ നിന്നിട്ടുകൊണ്ട് മലയാളികളെ മുഴുവൻ അവമാനിക്കുന്ന തരത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലമാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണോ? ഒന്ന്, ഈ ഉഡാൻ മുതലുള്ള ഈ ധാരാളം കാര്യങ്ങൾ. അപ്പൊ അത് കേട്ടിട്ട് ഹർഷ ഉന്മാദരായി കേന്ദ്രമന്ത്രിമാർ ട്വീറ്റ് ചെയ്യുകയും കണ്ടോ ഞങ്ങള് ഇത്ര ആക്കി ഇതല്ലേ എന്ന് പറയുകയും ചെയ്യുന്ന സമീപനം വളരെ അപക്വവും കേരള വിരുദ്ധതയാണ്. അവർ ഈ സ്റ്റിറോയിഡിൽ നിന്ന് അത്രയും പെട്ടെന്ന് മോചിതരാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. മാധ്യമ സുഹൃത്തുക്കൾ ഈ കണ്ണൂർ ഉഡാൻ മുതലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ വളരെ നല്ലത്.